Hello everyone, welcome back to Future Bliss Academy. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം. അപ്പോ പ്രിയ വിദ്യാർത്ഥികളുടെ അടുത്ത് ഇന്ന് പറയാനുള്ളത് നമ്മൾ സോഷ്യോളജിയിൽ BA അതായത് ഡിഗ്രി ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക്, അതും ഹോണേഴ്സിലൂടെ ഡിഗ്രി എടുക്കാൻ താല്പര്യമുള്ള BA ഹോണേഴ്സ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന ഈ ഒരു സിലബസ് പരിചയപ്പെടുത്തുക എന്നതാണ് വീഡിയോയുടെ ലക്ഷ്യം. കാരണം പല കുട്ടികൾക്കും, അതായത് നമുക്ക് വരുന്ന എൻക്വയറീസിലൊക്കെ പേപ്പർ ഏതാണ്, എത്ര വർഷത്തെ പേപ്പറാണ്, സെമിസ്റ്റർ വൈസ് ആണോ, ഇയർ വൈസ് ആണോ, എത്ര ക്രെഡിറ്റ് ആണ്, അസൈൻമെന്റ്സ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരന്തരം നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻസും എൻക്വയറീസും വരാറുണ്ട്. അപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കൊടുക്കുമ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി ആണെങ്കിലും ഇത്തരത്തിലുള്ള സെർച്ച് ഒക്കെ നടത്തുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് BA സോഷ്യോളജിയുടെ ഈ ഒരു സിലബസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ അറിയാലോ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കറന്റ്ലി ഇയർ വൈസ് അല്ല, മറിച്ച് ഇയർ ബേസ് അല്ലാതെ തന്നെ സെമസ്റ്റർ വൈസ് ആയിട്ടാണ് ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന സിലബസും അത്തരത്തിലുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഓരോ 6 മാസം കഴിയുന്തോറും ഓരോ സെമസ്റ്റർ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ആ എക്സാമിനേഷന് മുൻപായിട്ട് ഓരോ പേപ്പറിന്റെയും 2 സെറ്റ് വീതമുള്ള അസൈൻമെന്റ്സ് അത് നിങ്ങൾ നിർബന്ധമായിട്ടും സബ്മിറ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സ്ട്രക്ചർ, അതായത് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം സോഷ്യോളജി സെലക്ട് ചെയ്യുന്ന കുട്ടികളുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ വളരെ ഡീപ്പായിട്ടുള്ള ഓരോ സെമസ്റ്ററിലും നിങ്ങൾ പഠിക്കേണ്ട കോഴ്സുകളും അതിന്റെ ക്രെഡിറ്റ്, കാരണം നിങ്ങൾ അസൈൻമെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അസൈൻമെന്റ്സിന് ഓരോ സബ്ജക്റ്റിന്റെ ക്രെഡിറ്റ് അനുസരിച്ചിട്ടാണ് അസൈൻമെന്റിൽ ഇപ്പം ഫേസിംഗ് ഷീറ്റ് അതുപോലെ തന്നെ ടൈറ്റിൽ ഷീറ്റ് ഒക്കെ വെക്കുന്നുണ്ടാവുക. അപ്പൊ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് മാറണം എന്നാണെങ്കിൽ നിങ്ങൾ ഈ ക്രെഡിറ്റിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ പൊതുവെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 6 പ്രോഗ്രാംസ് അല്ലെങ്കിൽ 6 സെമസ്റ്ററിന് പകരം 8 സെമസ്റ്റർ ആണ് ഇപ്പൊ യൂണിവേഴ്സിറ്റി ഈ ഒരു ജനറൽ ബാച്ചിൽ നിന്നും വിപരീതമായിട്ട് ഹോണേഴ്സ് ബാച്ചിലെ സ്റ്റുഡൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഹോണേഴ്സ് ബാച്ചിലെ സ്റ്റുഡൻസിനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓരോ സെമസ്റ്ററിലും ഏതൊക്കെ പേപ്പറാണ് പഠിക്കാനുള്ളത്, ആ പേപ്പറുകളെ കുറിച്ചും അതിന്റെ ക്രെഡിറ്റ് മാർക്കുകളെ കുറിച്ചുമാണ് ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന പേപ്പർ, അത് 6 ക്രെഡിറ്റിന്റെ ഒരു മേജർ കോർ പേപ്പറാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സോഷ്യോളജി ഇൻ ഇന്ത്യ എന്നൊരു പേപ്പർ കൂടെ പഠിക്കാനുണ്ട്. ഓക്കെ, അത് പക്ഷെ സെക്കൻഡ് സെമസ്റ്ററിലാണെന്ന് നോക്കണം. നമുക്ക് ആദ്യം ഫസ്റ്റ് സെമസ്റ്റർ പഠിക്കാം അല്ലെ. ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന 6 ക്രെഡിറ്റിന്റെ ഒരു കോർ പേപ്പർ, അതിനുശേഷം പിന്നീട് ഒരു സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി, അതും ഒരു എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്, 6 ക്രെഡിറ്റ് ആണ്. പിന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ 4 ക്രെഡിറ്റിൻ്റെത്. ഒപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്, അത് ഹിസ്റ്റോറിക്കൽ ടൂറിസം, കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇന്റർനെറ്റ് ടെക്നോളജി, ലീഗൽ ലിറ്ററസി, ഇതിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. എനി വൺ, അത് സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, 4 ക്രെഡിറ്റ്. അപ്പൊ 20 ക്രെഡിറ്റിന്റെ ഒരു സെമസ്റ്റർ. അത് കഴിഞ്ഞാൽ സോഷ്യോളജി ഇൻ ഇന്ത്യ. സോഷ്യോളജി ഇൻ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഒരു മേജർ പേപ്പർ ആണ്, 6 ക്രെഡിറ്റ് ആണ്. ജനറൽ എക്കണോമിക്സ് മറ്റൊരു മൈനർ പേപ്പറിൽ പെടുന്നതാണ്, 6 ക്രെഡിറ്റിൻ്റെതാണ്. ദെൻ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ്, ഇവിടെയും നിങ്ങൾക്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് 4 ക്രെഡിറ്റിൻ്റെതാണ് ഉള്ളത്. അതിനുശേഷം പിന്നെ മറ്റൊരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആണ്. ആദ്യത്തെ സെമിസ്റ്ററിൽ ഹിസ്റ്റോറിക്കൽ ടൂറിസം ആണെങ്കിൽ ഇവിടെ നമുക്ക് ക്രിമിനോളജിയോ മെഷീൻ ലേണിംഗ് ഫോർ ഓൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. അത് 4 ക്രെഡിറ്റിന്റെ, അങ്ങനെ 20 ക്രെഡിറ്റിന്റെ മറ്റൊരു സെമിസ്റ്റർ. ഇനി നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ തേർഡ് സെമിസ്റ്റർ ആയി അല്ലെ. സെമിസ്റ്റർ വൈസ് ആണല്ലോ, 6 മാസം കൂടുന്നതോറും ഓരോ സെമിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്ന മേജർ പേപ്പർ, ശേഷം നിങ്ങൾക്കുള്ളത് ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, പ്രായോഗിക മലയാളം, കമ്മ്യൂണിക്കേഷൻ ഇൻ അറബിക്, അതേപോലെ തന്നെ സാൻസ്ക്രിറ്റ്, റോസ്മാര ഹിന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും സെലക്ട് ചെയ്യുക. ശേഷം നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു കോമൺ കോഴ്സ് ആണ്, വാല്യൂ ആഡഡ് കോഴ്സ് എന്ന് പറയും അതിനെ. അത് വളരെ ചെറിയ ക്രെഡിറ്റിന്റെ ഒരു കോഴ്സ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ തേർഡ് സെമസ്റ്ററിൽ വാല്യൂ ആഡഡ് കോഴ്സ് ആയിട്ട് ഫിനാൻഷ്യൽ ലിറ്ററസി, ടെക്നോളജി, മഹാത്മാഗാന്ധി, ഡെമോക്രസി, ആർട്ട് ആൻഡ് ഡെവലപ്മെന്റ് എന്ന 2 ക്രെഡിറ്റിന്റെ ഒരു കോഴ്സാണ് ഉള്ളത്. അതല്ലാതെ തന്നെ നിങ്ങൾക്ക് ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡാറ്റ അനലിറ്റിക്സ്, പൈത്തൺ,
ഹ്യൂമനിസം. ഇതിലെ ഹ്യൂമനിസം ആൻഡ് ലോജിക് ആണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ക്ലാസ്. അതേപോലെ തന്നെ കോമൺ കോഴ്സിൽ ഇവിടെ മഹാത്മാഗാന്ധിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സിൽ പ്രായോഗിക മലയാളം. അതല്ലാതെ ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ഉണ്ടായിരിക്കും. ഇവിടെ ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്, സോഷ്യൽ എത്തിക്സ്. ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോഷ്യൽ എത്തിക്സ് എന്ന പേപ്പറിന്റെ ക്ലാസ്സുകളാണ്. അങ്ങനെ 20 ക്രെഡിറ്റ്സിന്റെ മറ്റൊരു പേപ്പർ, മറ്റൊരു സെമിസ്റ്റർ. വീണ്ടും നമ്മൾ 4th സെമിസ്റ്ററിലേക്ക് വരുന്നു. ഇവിടെ മേജർ പേപ്പർ ഇന്ത്യൻ സൊസൈറ്റി, സ്ട്രക്ചർ ആൻഡ് ചേഞ്ച്. ജനറൽ ബാച്ചിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് 4th സെമിസ്റ്ററിലേക്ക് ഹോണേഴ്സ് ബാച്ചിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. അത് ആക്ച്വലി 6 ക്രെഡിറ്റിന്റെ ഒരു പേപ്പറാണ്. റൂറൽ സോഷ്യോളജി ഓർ അർബൻ സോഷ്യോളജി എന്ന് പറയുന്നതും 6 ക്രെഡിറ്റിന്റെ ഒരു പേപ്പറാണ് കേട്ടോ. അതിൽ നമ്മൾ ഏതെങ്കിലും ഒന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് റൂറൽ സോഷ്യോളജിയുടെ ക്ലാസ്സുകളാണ്. പിന്നെ ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ഇവിടെ ഇതേപോലെ ഹിന്ദിയും അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏത് ലാംഗ്വേജ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പക്ഷെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മലയാളം കവിതാ സാഹിത്യം, കവിത, കഥ, ഉപന്യാസം, നോവൽ എന്ന പേപ്പറിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു പേപ്പറാണ്. അത് നമുക്ക് 4 ക്രെഡിറ്റിനാണ് ഉള്ളത്. അത് കഴിഞ്ഞൊരു വാല്യൂ ആഡഡ് കോഴ്സ് ഉണ്ടായിരിക്കും, ഇന്ത്യൻ നോളജ് സിസ്റ്റം. അത് കമ്പൽസറി ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു വാല്യൂ ആഡഡ് കോഴ്സ് ഉണ്ട്, എൻവയോൺമെന്റ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതും കമ്പൽസറി ആണ്. ഇവിടെ നേരത്തെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സിൽ കൊടുത്തിരിക്കുന്ന എനി വൺ എന്ന ഓപ്ഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പൊ 2 കോഴ്സ് നമ്മൾ 2 പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. 4 ക്രെഡിറ്റ് വീതമാണ് ഓരോ പേപ്പറിനും ഉള്ളത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ്. അതിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത് പ്രൊജക്ട് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മൂവ്. പക്ഷെ നമ്മൾ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊജക്ട് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ് എന്ന പേപ്പറാണ്. അങ്ങനെ 24 ക്രെഡിറ്റിന്റെ പേപ്പറാണ് അല്ലെങ്കിൽ കോഴ്സാണ് നിങ്ങൾക്ക് 4th സെമസ്റ്ററിലുള്ളത്. അതോടുകൂടി 2nd സെമസ്റ്റർ കഴിയും. പിന്നെ 5th 6th കൂടെ കൂടി ചേർന്നിട്ടാണല്ലോ 3rd ഇയർ വരുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് മോഡേൺ സോഷ്യോളജിക്കൽ തിയറീസ്, സോഷ്യോളജി ഓഫ് റിലീജിയൻ എന്നിങ്ങനെ 12 മാർക്കിന്റെ ഒരു മേജർ പേപ്പറും പിന്നെ മൈനർ പേപ്പർ ആയിട്ട് പോപ്പുലേഷൻ സ്റ്റഡീസ് അല്ലെങ്കിൽ മീഡിയ ആൻഡ് സൊസൈറ്റി, ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. ദെൻ സോഷ്യൽ ഫോർമേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മൈനർ ഡിസിപ്ലിൻ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 6 ക്രെഡിറ്റിൻ്റെതാണ്. പിന്നെ ഇവിടെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ഒന്നും ഇല്ല, 3rd ഇയർ ആയി. അപ്പൊ അതിലൂടെ നിങ്ങളുടെ പേപ്പേഴ്സ് അവസാനിക്കുന്നു. 24 ക്രെഡിറ്റിന്റെ ഒരു പ്രോഗ്രാം. ദെൻ നിങ്ങൾ നിങ്ങളുടെ 6th സെമിസ്റ്റർ ലാസ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ തിയോറട്ടിക്കൽ ഫ്രെയിംവർക്ക് ഇൻ സോഷ്യോളജി എന്നും എക്കോണമി ആൻഡ് സൊസൈറ്റി എന്നൊരു 2 പേപ്പർ നിങ്ങൾക്ക് പഠിക്കാനുള്ള. അത് 12 ക്രെഡിറ്റിൻ്റെതാണ്. അത് കഴിഞ്ഞാൽ സോഷ്യോളജി ഓഫ് കേരളം, എൻവയോൺമെന്റൽ സോഷ്യോളജി എന്നിങ്ങനെയുള്ള 2 മറ്റ് പേപ്പർ, അത് 6 ക്രെഡിറ്റിൻ്റെതാണ്. ദെൻ ഹിസ്റ്ററി ഓഫ് എക്കോണമിക് ഡോക്ട്രിൻസ് എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പേപ്പർ, അത് 6 മാർക്കിൻ്റെതാണ്, ഹിസ്റ്ററി ഓഫ് എക്കോണമിക് ഡോക്ട്രിൻസ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ടോട്ടലി 24 ക്രെഡിറ്റ്സിന്റെ ഒരു പ്രോഗ്രാം ആണ് 6th സെമിസ്റ്ററിലുള്ളത്. അപ്പൊ നമ്മൾ അതോടുകൂടി നമ്മുടെ 3rd ഇയർ ആണ് കഴിഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ പ്രോഗ്രാം സ്ട്രക്ചർ എത്രയാ? 4th ഇയർ ആണ് അല്ലെ. അപ്പൊ 4 വർഷത്തെ പ്രോഗ്രാം സ്ട്രക്ചർ. അപ്പൊ നമുക്ക് ഇനി ഒരു സെമിസ്റ്റർ കൂടെ ഉണ്ട്, ഒരു സെമിസ്റ്റർ അല്ല 2 സെമിസ്റ്റർ കൂടെ ഉണ്ട്, അതായത് 1 ഇയർ കൂടെ ഉണ്ട്. ഇവിടെ സെമിസ്റ്റർ 7ഉം സെമിസ്റ്റർ 8ഉം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെമിസ്റ്റർ 7ൽ നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് സൊസൈറ്റി, ജനറൽ സ്റ്റഡീസ് എന്നിങ്ങനെയുള്ള 2 മേജർ പേപ്പേഴ്സ് പഠിക്കാനുണ്ട്. അത് 12 ക്രെഡിറ്റിൻ്റെതാണ്. പിന്നെ നിങ്ങൾക്കൊരു ഇന്റേൺഷിപ്പ് ഉണ്ടായിരിക്കും. അത് വൊക്കേഷണൽ സ്കില്ലോ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് പ്രോഗ്രാമോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരു ഇന്റേൺഷിപ്പ് അത് നമ്മൾ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പ്രോജക്ട്. ദെൻ ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് ഫോർ എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട്. അത് ഫൗണ്ടേഷണൽ സ്കിൽ ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന പേപ്പറാണ്. 4 ക്രെഡിറ്റിൻ്റെതാണ്. അങ്ങനെ 22 ക്രെഡിറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു സെമിസ്റ്റർ, അതായത് 7th സെമിസ്റ്റർ. 8th സെമിസ്റ്ററിലേക്ക് വരുമ്പോൾ സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ്, പെർസ്പെക്റ്റീവ്സ് ആൻഡ് എക്സ്പീരിയൻസസ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പേപ്പർ, അത് 6 ക്രെഡിറ്റിൻ്റെതാണ്. ദെൻ ഇന്റേൺഷിപ്പ്, അത് നിങ്ങൾ ഇവിടെ നമ്മുടെ 8th സെമിസ്റ്ററിലേക്ക് വരുമ്പോൾ നമ്മളൊരു ഇന്റേൺഷിപ്പ്, അത് 6 ക്രെഡിറ്റ് ആണ്, അത് നമ്മൾ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഏതാണ്? യെസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന്. ഇവിടെ നമ്മൾ ഈ ഒരു സെമിസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യോളജി, സൊസൈറ്റി ആൻഡ് എഡ്യൂക്കേഷൻ എന്നിങ്ങനെയുള്ള പേപ്പേഴ്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്യണം, ഓർ ആണ് അല്ലെ. ദെൻ അഡീഷണൽ അഡ്വാൻസ്ഡ് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യോളജി ഓഫ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ആൻഡ് ഡയസ്പോറ സ്റ്റഡീസ് 12 ക്രെഡിറ്റിൻ്റെതാണ്. അപ്പൊ നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഇതിൽ ഈ പറയുന്ന ഫസ്റ്റത്തെ കാറ്റഗറി, പിന്നെ
ഈ 3, 4 അല്ലെങ്കിൽ ഈ പറയുന്ന റിസർച്ച് മെത്തേഡ്സും അഡീഷണൽ അഡ്വാൻസ്ഡും ഈ പേപ്പേഴ്സും ഈ ആണ് നമുക്ക് ഈ ഒരു 8th സെമസ്റ്ററിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അങ്ങനെ ടോട്ടലി നമുക്ക് 22 ക്രെഡിറ്റ്. അങ്ങനെ ഫസ്റ്റ് 3 വർഷത്തിൽ നമുക്ക് 132 ക്രെഡിറ്റിന്റെ പേപ്പറുകളും ലാസ്റ്റ് 1 ഇയറിലേക്ക് വരുമ്പോൾ 44 ക്രെഡിറ്റിന്റെ പേപ്പറുകളാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ സോഷ്യോളജി എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ 4 വർഷം നിങ്ങൾക്ക് ഓരോ സെമസ്റ്ററിലും, ഇപ്പൊ സെക്കൻഡ് സെമസ്റ്ററിലും തേർഡ് സെമസ്റ്ററിലും അതേപോലെ തന്നെ ഫോർത്ത് സെമസ്റ്ററിലും നമുക്ക് പഠിക്കാനുള്ള ഓരോ പേപ്പറിന്റെ ഡീറ്റെയിൽസ് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ ഈ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോ ഇനി ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ വെറുതെ പറയുന്നില്ല. ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ BA സോഷ്യോളജി ഹോണേഴ്സ് ബാച്ചിനെ ആസ്പദമാക്കിയിട്ടുള്ള അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകളും അസൈൻമെന്റ് അസിസ്റ്റൻസും അതിനോടൊപ്പം തന്നെ നമ്മൾ പ്രധാനപ്പെട്ട അവർക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഷോർട്ട് നോട്ട്സും അതേപോലെ തന്നെ ക്ലാസ് PPT നോട്ട്സ്, ലൈവ് സെഷൻസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ നിങ്ങൾക്ക് അസിസ്റ്റൻസ് വേണം, നിങ്ങൾക്ക് ഒരു ബാക്കപ്പ്, ഒരു മെന്റർഷിപ്പ് ഒക്കെയാണ് വേണ്ടതെങ്കിൽ ഞങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ 2026 ജൂലൈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി ജാനുവരി ബാച്ചിലേക്കൊക്കെ അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഇതുവരെ യാതൊരു ഐഡിയയും കിട്ടിയിട്ടില്ല, എന്ത് ചെയ്യും, എങ്ങനെയാണ് മുൻപോട്ട് പോവുക എന്നൊക്കെയുള്ള ധാരണയിൽ നിൽക്കുന്ന സ്റ്റുഡൻസിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ലേറ്റ് ആവരുത്. ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് പിറകിലാവുക എന്നുള്ള കാര്യം ഒന്നുകൂടെ ഓർക്കുക. സോ താങ്ക് യു സോ മച്ച്. ഫോർ മോർ ഡീറ്റെയിൽ യു ക്യാൻ കോൺടാക്ട് us. ആൻഡ് ഓൾസോ മറ്റൊരു കാര്യം, കൂടുതൽ അപ്ഡേഷൻ ആയിട്ട് നമ്മുടെ ചാനൽ അത് ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.